ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബാലയ്യ എന്ന കാമയ്യ ഗാരു ഡബിൾ റോളും ട്രിപ്പിൾ റോളും വിട്ട് ഒറ്റയ്ക്ക് അഭിനയിച്ച സിനിമയാണ് ശ്രീമൻ നാരായണ. ഈ സിനിമയിൽ ഗാരുവിന്റെ അച്ഛൻ കഥാപാത്രം ചെയ്യുവാനായിട്ട് ഗാരുവിനെ തന്നെയായിരുന്നു പ്രൊഡ്യൂസർ സമീപിച്ചത്. എന്നാൽ അച്ഛൻ കഥാപാത്രം ഇന്റർവെല്ലിൽ മരിക്കുന്നത് കൊണ്ട് ഗാരു ഞാൻ ചെയ്യൂല എന്നും പറഞ്ഞ് പിണങ്ങിപ്പോയി. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഗാരു വർഷങ്ങൾക്ക് ശേഷം ഒറ്റയ്ക്ക് അഭിനയിച്ചു. നീലക്കുറിഞ്ചി പൂക്കുന്നത് പോലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യമാണ് കാമയ്യ ഒറ്റയ്ക്ക് അഭിനയിക്കുന്നത്. കാമയ്യ ഒറ്റയ്ക്കാണേലും നായികമാർ രണ്ടെണ്ണം വേണം, അത് നിർബന്ധ. അപ്പോ ഈ ഡബിഡിഡിബിടി കുണ്ടിപ്പിടുത്തം പരിപാടി ഗാരു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അല്ലേ? അപ്പോ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ കുറച്ച് സീരിയൽ എഫക്ട്സ് ഒക്കെ ഇട്ടുകൊണ്ട് 6 വില്ലന്മാരുടെ ഇൻട്രോ. നനച്ചിരിക്കാതെ എത്തുന്ന ഈ വില്ലന് മുന്നിൽ ഇവൻ അടിയറവ് പറയുമോ? ഇഷ്ടമായ രംഗങ്ങൾ നിറഞ്ഞ ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. ഈ വില്ലന്മാർ കണ്ടവന്റെ പാടവും വയലും പറമ്പും ഒക്കെ കയ്യേറി അവിടെ ഫ്ലാറ്റും കക്കൂസും ഒക്കെ പണിത് വിറ്റ് കാശുണ്ടാക്കും. പക്ഷെ ഇവർക്കെതിരെ ആരും സാക്ഷി പറയില്ല. നാട്ടുകാർ എല്ലാരും കാമയ്യ വരും, എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ കാമയ്യ അങ്ങ് വിദേശത്ത് 2 നായികമാരായിട്ട് ടൈറ്റ് ഷെഡ്യൂളിലാണ്. ഞോട്ടി കാമയ്യ. കാമയ്യ ഒരു ജേർണലിസ്റ്റ് ആണ്. അങ്ങനെ വില്ലന്മാർക്കെതിരെ തെളിവുണ്ടാക്കാൻ കാമയ്യയുടെ അസിസ്റ്റന്റ് വില്ലന്മാർ കയ്യേറിയ ഫ്ലാറ്റ് പണിത സ്ഥലത്തേക്ക് പോയി വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ വില്ലന്മാരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന മാമന്മാർ അസിസ്റ്റന്റിന് പിടിക്കാൻ വരുമ്പോ അവിടെ പിറവിയെടുക്കുകയാണ് നമ്മുടെ പൊന്നവരാതയ്യ. അയ്യ ചാടിയ ചാട്ടത്തിൽ ആ വിഗ് പറഞ്ഞു പോവാനത് ഭാഗ്യം. അങ്ങനെ ഗാരു അസിസ്റ്റന്റിനെ രക്ഷിച്ചിട്ട് വില്ലനെ വിളിച്ച് ഒരു പഞ്ച് ഡയലോഗ് അങ്ങ് അടിക്കും. പെണ്ണ് പിടിക്കരുത് മട്ടുള്ള എനക്ക് ഗണ്ണ് പിടിക്കവും തെരിയും. ഗാരുവിന്റെ സ്വഭാവം പറഞ്ഞ് ഡയലോഗ് എഴുതിയവൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഗാരുവിനെ ഡയലോഗ് എഴുതിയവൻ ഊക്കിയതാണെന്ന് പോലും മനസ്സിലാക്കാതെ മണ്ടൻ ഗാരു ക്യാമറയ്ക്ക് മുമ്പിൽ ആ ഡയലോഗ് വിളമ്പി വെക്കും. ശേഷം അസിസ്റ്റന്റ് റെക്കോർഡ് ചെയ്ത ഒരു ക്ലിപ്പ് വേറൊരു ചാനലിലെ ജേർണലിസ്റ്റായ നായിക 1 അടിച്ചു മാറ്റും. അത് തിരിച്ചെടുക്കാൻ വന്നിരിക്കുകയാണ് കാമയ്യ. കാമയ്യയുടെ സ്വഭാവ സവിശേഷതകൾ അറിയാതെ നായിക ക്ലിപ്പുള്ള ആ ചിപ്പ് എടുത്തിട്ട് ഈ സാഹസം കാണിക്കും. കാമയ്യക്ക് അത് കൂടുതൽ സൗകര്യമായി. കാമയ്യ ഉടനെ ഇതിനുശേഷം 20 വയസ്സുള്ള നായികയ്ക്ക് 50 വയസ്സുള്ള അച്ഛൻ ഗാരുവിനോട് ഒടുക്കത്ത പ്രേമം. ഓൺ ദ സ്പോട്ടിൽ അച്ഛന്റെ മോളുടെ വക ഒരു ഡീസന്റ് ഡബിൾ റോൾ കിട്ടാത്ത ദേഷ്യത്തിൽ ഗാരു ഈ പാട്ടിൽ 4 വേഷം ചെയ്യും. അതാകുമ്പോൾ 4 വട്ടം മാറി മാറി കുണ്ടിക്ക് പിടിക്കാമല്ലോ. ശേഷം ചിപ്പിലുള്ള ക്ലിപ്പ് ഗാരു ലീക്കാക്കും. അങ്ങനെ വില്ലന്മാരുടെ കാൻഡിഡ് ഫോട്ടോകൾ ന്യൂസിൽ വരും. ഇത് കണ്ട് കോപിതനായ ഒരു വില്ലൻ കൂടെയുള്ള ഒരുത്തന്റെ തലയിൽ വെടിവെച്ച് കൊല്ലും. എന്നടാ അപ്പടി മുറച്ചു കിട്ടി. എടാ മരവൂളെ, അവൻ മരിച്ചടാ. നായകനും പൊട്ടൻ, വില്ലനും പൊട്ടൻ. നായകനൊത്ത വില്ലന്മാർ തന്നെ. ഈ ന്യൂസറിനെ മലേഷ്യയിൽ നിന്നും ഇന്റർനാഷണൽ വില്ലനായ മൊട്ട ബോസ് വിളിക്കുകയാണ്. നമ്മുടെ തുറുപ്പുകുലാനിലെ ഗാവൻ ജോസഫിന്റെ ചേട്ടനായ ഊക്കൻ ജോസഫ് ആണിത്. ബാലയ്യ ഗാരുവിന്റെ ഫോട്ടോ മാത്രം കണ്ട ഊക്കൻ ജോസഫ് പറയും, അവനെ பார்த்தா சாதாரண மனுஷன் மாதிரி தெரியல. அவனை மேப் போட்டு பிடிக்க முடியாது, பிளான் போட்டு கொல்ல முடியாது, സ്കെച്ച് പോട്ടും തൂക്ക முடியாது. ഓ ഇജാതി, ഇതുവരെ നേരിട്ട് കാണാത്ത ഒരുത്തനെ കുറിച്ചാണ് ഈ തള്ളു തള്ളണത്. അവനെ കൊല്ലണൂന്നാ നമ്മ റിസർച്ച് பண்ணி ആകണം. റിസർച്ച് ചെയ്യാൻ എന്തുവാടി? അങ്ങേരെ അവിടെ കോവിഡിന്റെ വാക്സിൻ കണ്ടുപിടിച്ചോണ്ടിരിക്കണം. ഇതൊക്കെ ബാലയ്യ ഗാരു തന്നെ എഴുതി പിടിപ്പിച്ച ഡയലോഗ് ആയിരിക്കും അല്ലയോടാ. ഗാരുവിന്റെ ഡാഡി കർഷകരുടെ രക്ഷകനാണ്. കർഷകരുടെ രക്ഷകനായതുകൊണ്ട് തന്നെ ഡാഡിക്ക് എല്ലാരും കൂടി ഒരു പത്മശ്രീ അവാർഡ് അങ്ങ് കൊടുക്കും. ഗാരു കുറച്ച് നരയിക്കിട്ട് അഭിനയിച്ചിരുന്നെങ്കിൽ ഗാരുവിന് കിട്ടേണ്ട അവാർഡായിരുന്നു അത്. എന്ത് ചെയ്യാനാ, ഈ ഓമനത്വമുള്ള മുഖത്ത് നരയിട്ടാലും ചെറുപ്പം തോന്നിച്ചു പോകും. 18 വയസ്സിന് മുകളിൽ തോന്നിക്കത്തില്ല. അതുകൊണ്ടായിരിക്കാം ഗാരു ഇത് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ പത്മശ്രീ അവാർഡ് വാങ്ങിയതിനു ശേഷമാണ് ഗാരുവിന്റെ നാട്ടിലെ മുറപ്പെണ്ണായ നായിക 2ന്റെ വരവ്. 30 വയസ്സുള്ള മുറപ്പെണ്ണിനും 50 വയസ്സുള്ള ഗാരുവിനോട് ഒടുക്കത്തെ പ്രേമം. അങ്ങനെ 20 വയസ്സുള്ള നായികയെ നിരാശയാക്കിക്കൊണ്ട് 30 വയസ്സുള്ള മുറപ്പെണ്ണുമായിട്ട് ഗാരുവിന്റെ എൻഗേജ്മെന്റ് നടത്തും. ശേഷം കർഷകരുടെ ഭാവിക്ക് വേണ്ടി പത്മശ്രീ അച്ഛൻ ഒരു സംഭാവന കേന്ദ്രം ആരംഭിക്കും. അങ്ങനെ കിട്ടി 5000 കോടി രൂപയാണ് സംഭാവനയായി കിട്ടിയിരിക്കുന്നത്. ശേഷം നാട്ടിലെ കുറ്റിയോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഗാരു സിറ്റിയിലെ കുറ്റിയുടെ കൂടെ ആർമാദിക്കുകയാണ്. കുറച്ച് റിയലിസ്റ്റിക് ആക്കുവാൻ വേണ്ടി ഗാരുവിന് 20 വയസ്സുള്ള മോളോട് താല്പര്യമില്ലാത്ത പോലെയൊക്കെ അഭിനയിക്കും. പക്ഷെ മോൾക്ക് അച്ഛൻ ഗാരു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നൈറ്റ് സോഫയിൽ പടുത്തനാ തൂക്കം വരല, உன் மேல கால் போட்டு படுத்தேனா சந்தோஷமா தூங்குன. நீ முட்டாள், உனக்கு புரியலையா? நான் உன்னை லவ் பண்றேன். അടിപൊളി. റൈറ്റേഴ്സ് എവിടെ? റൈറ്റേഴ്സിനെ വിളിക്ക്, സ്ക്രിപ്റ്റ് തരുന്നത്.
അവള് എന്നെ കണ്ടിട്ട് ഐ ലവ് എന്ന് പറയട്ടെ. മോളുടെ വിഷമം കണ്ട് സഹിക്കാനാവാതെ അച്ഛൻ ഗാരു കുണ്ടിക്ക് പിടിക്കാൻ ഡാൻസ് കളിക്കാൻ മോളുമായിട്ട് വിദേശത്ത് പോകും. ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഗാരു നാട്ടിലെ മോളുമായിട്ട് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിങ്ങിന് പോകും. Idiot. சாரி, Thanks. நான் இடிச்சதுக்கு சாரி சொன்னேன். நானும் நீங்க இடிச்சதுக்கு தான் தேங்க்ஸ் சொன்னேன். ആഞ്ജനേയ സ്വാമി. என்ன ராசியோ என்னமோ ஊர்ல இருக்க பொண்ணுங்க எல்லாம் உங்களே பாக்குது. ആരെ ഈ കിളവനെ ഇത്രയ്ക്ക് ദാരിദ്ര്യം നാട്ടിലെ പെമ്പിള്ളാർക്ക്. ഗാരു ആ വിഗ് നേരെ ഒട്ടിച്ചു പോയി. ശേഷം വില്ലന്മാർക്ക് ഗാരുവിനോടുള്ള മുൻവൈരാഗ്യം വെച്ചിട്ട് ഗാരുവിന്റെ അച്ഛനെ തട്ടിയിട്ട് ആ 5000 കോടി വില്ലന്മാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ തട്ടിയ കേസ് ഗാരുവിന്റെ തലയിലിടും. ജയിലിൽ കയറിയിട്ടും കഴപ്പിന് മാത്രം ഒരു കുറവുമില്ല. വില്ലന്മാർക്ക് പരസ്പരം നല്ല വിശ്വാസമുള്ളത് കൊണ്ട് ഓരോ വില്ലന്മാർ ആ അക്കൗണ്ടിൽ അവരുടെ രഹസ്യ കോഡുകൾ ഇട്ട് പൂട്ടിവെക്കും. ശേഷം ഗാരു ജയിലിലിരുന്ന് അവലോസുണ്ട കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു CBI ഓഫീസർ വന്ന് ചൊറിയും. ഗാരുവിന്റെ ഡൈഹാർഡ് ഫാൻസ് ഓൾറെഡി ഗാരു ജയിലിലായതുകൊണ്ട് നിരാശയിലാണ്. അതുകൊണ്ട് ഫാൻസിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഗാരു ഒരു പഞ്ച് ഡയലോഗ് പറയും. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. I'm the truth. പക്ഷേ ഈ ഡയലോഗിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇന്നും ലോകത്തിലെ പ്രശസ്തനായ ഗവേഷകന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ ഫാൻസ് കിഴങ്ങന്മാർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഇംഗ്ലീഷാണ് പറഞ്ഞതെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ താടിയിലെ രോമം വരെ എണീറ്റ് നിന്ന് കമ്പിയായി. ശേഷം ഗാരുവിനെ പുറത്തിറക്കാൻ മുട്ടി നിൽക്കുകയാണ് നമ്മുടെ ചാനൽ റിപ്പോർട്ടർ നായിക. അങ്ങനെ നായിക വില്ലന്മാർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അത് ഗാരുവിനെ അറിയിക്കുന്നു. ഇതറിഞ്ഞ ഗാരു ജയിലിൽ നിന്നും ഇറങ്ങി ബാങ്ക് മാനേജർ വില്ലന്റെ വീട്ടിലേക്ക് ആദ്യം പോകും. ഗാരു പോകുന്ന വഴിക്ക് നാടക ട്രൂപ്പിലെ ഒരു കോസ്റ്റ്യൂം വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് പോയത്. മര്യാദയ്ക്ക് പോയി കൊന്നാ പോരേടെ, എന്തിനാടാ ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട്? ഞങ്ങൾ ജനങ്ങളാണ്, കോമാളികളല്ല. സോറി, കോമാളി ദേണ്ടി നിൽക്കുന്നു. അവിടെ വെച്ച് ഗാരു പാസ്വേഡും ബാക്കി വില്ലന്മാരുടെ പേരും മേൽവിലാസവും എഴുതിയെടുത്തിട്ട് ഇറങ്ങും. രണ്ടാമത്തെ വില്ലനെ കൊല്ലാൻ ഗാരു ബാഹുബലിയുടെ സെറ്റിൽ ചെന്നിട്ട് കട്ടപ്പയുടെ കോസ്റ്റ്യൂമും പ്രഭാസിന്റെ വിഗും അടിച്ചു മാറ്റി വെച്ചോണ്ട് വരും. അങ്ങനെ അവന്റെ പാസ്വേഡും എഴുതിയെടുത്തിട്ട് മൂന്നാമത്തെ വില്ലനെ കൊല്ലാൻ ഗാരു കല്യാണരാമന്റെ സെറ്റിൽ വന്നിട്ട് ദിലീപേട്ടന്റെ ബണ്ണും വാലും അടിച്ചു മാറ്റി അണ്ണാക്കിൽ തിരുക്കി കയറ്റിയിട്ട് നരസിംഹസ്വാമിയുടെ ഗെറ്റപ്പിൽ അവരാധിക്കും. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. 3 കൊലപാതകങ്ങൾ കഴിയുമ്പോഴേക്കും ഗാരുവിനെ കോടതി വെറുതെ വിടും. അങ്ങനെ ഗാരുവിന് ഒരുപാട് നാൾക്ക് ശേഷം കാണുന്ന നായികമാർ ഇത് അച്ഛന് പനി വരാതിരിക്കാൻ വേണ്ടി 2 മക്കളും കൂടി മാറി മാറി തല തോർത്തി കൊടുക്കുന്നതല്ല, ഗാരുവിന്റെ കഴപ്പ് ഇല്ലാത്ത സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തീർക്കുന്നതാണ്. അങ്ങനെ ഗാരു ഇനിയുള്ള കൊലകൾ റെസ്റ്റ് എടുത്തിട്ട് മതിയെന്നും പറഞ്ഞിട്ട് വിദേശത്ത് പോവാൻ പ്രൊഡ്യൂസറിന്റെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പ്രൊഡ്യൂസറിന്റെ വീട്ടിന്റെ അടുത്ത് ഒരു സെറ്റ് ഇട്ടിട്ട് 2 നായികമാരുടെ കുണ്ടിക്ക് മാറി മാറി പിടിക്കാൻ ഗാരുവിന് അവസരം ഒരുക്കി കൊടുക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിദേശത്ത് പോയി കുണ്ടി പിടിക്കണം, തനിക്ക് തന്റെ കഴപ്പ് തീർക്ക ഒരു പാട്ട് തന്നാ പോരെ, തരാം. ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഗാരു ഒരു നായികയുടെ കൂടെ ഡാൻസ് കളിച്ചാൽ മറ്റേ നായിക പൊസസീവ് ആവും. അങ്ങനെ അപരാധങ്ങൾ കണ്ടു, കാട്ടപരാധങ്ങൾ കണ്ടു. ഇനി കൊടും അപരാധം. ഗാവൻ ജോസഫിന്റെ അനിയൻ ഊക്കൻ ജോസഫിനെ തീർക്കാൻ എത്തിയിരിക്കുകയാണ് ബാലയ്യ ഗാരു. എന്നാൽ ഊക്കൻ ആരാ മുതൽ? ബാലയ്യ ഗാരുവിന്റെ കംപ്ലീറ്റ് ഫാമിലിയെ ഊക്കൻ തൂക്കി. ശേഷം ഗാരുവിനോട് എല്ലാ പാസ്വേഡും പറഞ്ഞു തന്നാൽ മാത്രമേ ഞാൻ നിന്റെ ഫാമിലി വിട്ടയക്കുള്ളൂ എന്ന് ഊക്കൻ പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ ഗാരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ഗാരുവിന്റെ ബുദ്ധി വിമാനം തന്നെ. ഗാരുവിന്റെ ഡാഡിയുടെ ഫോട്ടോയിൽ നിന്നുള്ള റിഫ്ലക്ഷൻ വഴി ഊക്കന്റെ പാസ്വേഡ് ഗാരു മനസ്സിലാക്കുന്നു. അങ്ങനെ ഗാരു ഊക്കനെ ഊക്കി വിടും. லாஸ்ட் 2 லெட்டர்ஸ் ராங்கா அடிச்சா அக்கவுண்ட் எப்படா ஓபன் ஆகும்? ശേഷം ഗാരുവിന്റെ വക ആന്റി ഗ്രാവിറ്റി അഭ്യാസം. ഈ മൊട്ടത്തലയം തൊട്ടടുത്ത് വീണിട്ട് അടുത്ത ഷോട്ടിൽ മണ്ടൻ ഗാരു സ്ലോ മോഷനിൽ ഓടി ഒരു കണ്ണാടിയൊക്കെ പൊട്ടിച്ച് മൊട്ടേനെ പിടിക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഗാരുവിന്റെ ഫാമിലിയുടെ നെഞ്ചത്ത് ബോംബ് ഫിറ്റ് ചെയ്ത് മരണം കാത്തു നിൽക്കുന്ന കുടുംബം. അങ്ങനെ അവസാനം ഗാരു കുടുംബത്തെ രക്ഷിക്കുന്നു. വില്ലനെ ട്രാൻസ്ഫോമറിൽ എറിഞ്ഞ് കൊല്ലുന്നു. അങ്ങനെ പടം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ശരിയാ, ഒരു ഐറ്റം ഡാൻസ് ഇല്ലാതെ എങ്ങനെ പടം അവസാനിപ്പിക്കാനാ? കാമയ്യ, ഇത് ലാസ്റ്റ് സപ്പറ. തീർക്കാൻ കഴപ്പുള്ളതും ബാക്കിയുണ്ടെങ്കിൽ ഇതിൽ തീർത്തോണം. റിമോട്ട് അടുത്ത് 20 வருவேன் നഗരഗംഗ സുഗംഗ തരുവേനാലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുബായി. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള പടങ്ങൾ കമന്റിൽ അറിയിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ അത് വീഡിയോസ് ആക്കി നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും.